ഹായ് ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു പഞ്ചമീസ് ടിപ്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം പഞ്ചമി. ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ എങ്ങനെ തയ്യാറാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണാൻ വേണ്ടി പോകുന്നത്. എന്തായാലും നമുക്ക് വീഡിയോയിൽ കിടക്കാം. ദെൻ ലെറ്റ്സ് ഗോ. 1 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ മസാല തയ്യാറാക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, ഇതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക 1 ടീസ്പൂണ്, ചിക്കൻ മസാല 2 ടേബിൾ സ്പൂണ്, പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. അത് നമ്മളൊരു 2-2.5 ടീസ്പൂൺ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് എരിവ് അധികം വേണ്ടാത്തതുകൊണ്ട് നമ്മൾ 2 ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല, ഓരോരുത്തരുടെ ഉപ്പിൻ്റെ പാകം അനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇവിടെ ഞങ്ങൾക്ക് ഒരു ഇച്ചിരി ഉപ്പ് മുന്നിൽ നിൽക്കണം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇത്ര ഉപ്പ് ചേർത്ത് കൊടുത്തു. ഉപ്പ് കൂടിപ്പോയി എന്നൊന്നും പറയില്ല. നമ്മളിത് ഡയറക്റ്റ് ഈ മസാലയിലേക്ക് ചിക്കൻ കഴുകി വെച്ചിരുന്നത് എല്ലാം കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു തുള്ളി പോലും വെള്ളം നമ്മൾ ചേർക്കുന്നില്ല. ചിക്കൻ നന്നായിട്ട് കൈകൊണ്ട് തന്നെ തിരുമ്മി കൊടുക്കുക. ഇത് നമ്മൾ സ്പൂൺ ഉപയോഗിച്ചൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി നിൽക്കരുത്, കാരണം വെള്ളം ചേർക്കാത്തതുകൊണ്ട് തന്നെ മസാല നന്നായിട്ട് ചിക്കനിലേക്ക് പിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൈകൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്മി കൊടുക്കുന്നത്. ഇത് ഞങ്ങളുടെ സ്വന്തം പൊന്നുമാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി കാണിക്കുന്നത്, ഉണ്ടാക്കി തരുന്നത്. ഞാനല്ല കേട്ടോ. ഇനി ഞാൻ വീഡിയോ ചെയ്തു മറ്റൊരാളുടെ കൈ കണ്ടു എന്നൊന്നും പറയില്ല. ഞങ്ങളുടെ പൊന്നുമാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി തരുന്നത്. അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. നിങ്ങൾ ഉറപ്പായിട്ടത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി മസാല എല്ലായിടത്തും ചിക്കനിലെല്ലാം നന്നായിട്ട് മസാല പിടിക്കണം. എന്നിട്ട് ഒന്ന് തട്ടിപ്പൊത്തി ഒരു അരമണിക്കൂർ ഒന്ന് മാറ്റി വെക്കുക, ചിക്കനിലെ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഒരു പാൻ വെച്ചു, അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ നമ്മൾ ചേർത്ത് കൊടുത്തു. എണ്ണ നന്നായിട്ട് ചൂടായി വന്നപ്പോഴേക്കും നമ്മൾ ഓരോ ചിക്കൻ പീസുകളും കോരി എടുത്തെടുത്ത് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അവന്മാരിനി അവിടെ കിടന്ന് നന്നായിട്ടൊന്ന് മുങ്ങിക്കുളിച്ച് തിളച്ച എണ്ണയിൽ മുങ്ങിക്കുളിച്ച് കയറി വരട്ടെ. അതുവരേക്കും നമ്മൾ വെയിറ്റ് ചെയ്യാം. ഞാൻ ഇത് ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളെല്ലാം ഇട്ട് കൊടുത്തു. 1 സൈഡ് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്, ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം കേട്ടോ. ഇനിയിപ്പോൾ അരമണിക്കൂർ പുറത്ത് വെക്കാൻ സമയമില്ലാത്തൊരു 15 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി. നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് കിട്ടും കേട്ടോ. അങ്ങനെ 2 സൈഡും നമ്മൾ അപ്പുറം ഇപ്പുറമൊക്കെ തിരിച്ചിട്ട് ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. കുറച്ചും കൂടെ ഫ്രൈ ആവണമെന്നുണ്ടെങ്കിൽ ചെറിയ തീയിൽ, ഇത് വലിയ തീയിലൊന്നും ഇട്ട് കൊടുക്കരുത് കേട്ടോ. ഗ്യാസ് സിമ്മിൽ ഇട്ടിട്ട് വേണം തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. കണ്ടാ, നമ്മൾ തട്ടുകടയിലൊക്കെ പോയി കഴിക്കുന്നു അതേ ടേസ്റ്റിൽ നമുക്ക് കിട്ടും കേട്ടോ. ഭയങ്കര സൂപ്പറാണ്. അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഡെക്കറേഷനൊന്നും അത്ര ശരിയായിട്ടില്ല എന്നെനിക്കറിയാം, എന്നാലും നിങ്ങൾ സഹിച്ചേ പറ്റുള്ളൂ. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.